നാണോ ഇല്ലേ അച്ഛന്? മുഖ്യമന്ത്രി ഉൾപ്പെടെ ബഹുമാനിക്കുന്ന ആളാ. MLA എന്നുള്ള സ്ഥാനം ഇല്ലെന്നേ ഉള്ളൂ. മന്ത്രിയെക്കാളും മുകളിലാ അച്ഛൻ. എന്നിട്ട് അവളുടെ PA പോലെ നടക്കുവാ. ഓ, അതാണോ കാര്യം? അതെ, അതെനിക്കൊരു കാര്യം തന്നെയാ. കുടുംബത്തിലൊരു MLA വന്നുള്ള ഭ്രമത്തിൽപ്പെട്ട് നിൽക്കുമായിരിക്കും നിങ്ങള്. പക്ഷെ എനിക്കതൊരു പ്രശ്നമല്ല. എനിക്ക് പ്രശ്നം എന്റെ കുടുംബമാ. ചേച്ചി, എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. ഞാൻ തെളിച്ച് എന്നെയാ പറയുന്നേ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാനെന്ത് പിഴച്ചു? ദാ ഇപ്പൊ തന്നെ അച്ഛൻ അവളുടെ ഒരു സേവകനെ പോലെയാ കൂടെ പോകുന്നേ. കണ്ടിട്ട് എന്റെ മനസ്സ് ഇടിഞ്ഞു പോയ. ആർക്ക് വേണ്ടിയാണോ ഞാൻ അവളോട് വഴക്കുണ്ടാക്കിയത്, അവരിപ്പോ വലിയ ഹരിചന്ദ്രന്മാർ. അമ്മയും നീയും അല്ലേ ആദ്യം അവൾക്ക് എതിരായത്. തെരഞ്ഞെടുപ്പിന്ന് പിന്മാറണം, പത്രിക പിൻവലിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അവള് നിന്നെ അനുസരിക്കാത്തോണ്ടല്ലേ എനിക്ക് ദേഷ്യം വന്നതും ഞാൻ ബഹളം ഉണ്ടാക്കിയതും. എന്നിട്ട് അവള് ജയിച്ചപ്പോ അമ്മ എന്റെ മുന്നിൽ വെച്ച് തന്നെ അവൾക്ക് പായസം ഉണ്ടാക്കി കൊടുത്തു. വീടിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അല്പായുസല്ലേ രജനി കാണൂ. അങ്ങനല്ലേ വേണ്ടത്? അല്പ ആയുസായാലും ശരി, ദീർഘായുസായാലും ശരി, ജയിച്ചിട്ട് ഒത്തുതീർപ്പ് പാടുള്ളായിരുന്നു. ആ രാധാമണി ഇവന്റെ കാറിന്റെ മുന്നിൽ ചാടി ഈ വീട്ടിൽ കയറി പറ്റിയത് എങ്ങനെയാ?